സഹൽ ഒരു പ്രൊഫഷണൽ സർട്ടിഫൈഡ് ഫാരിയർ ബിഗിനറാണ്, അതായത് ബിഗിനറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള ഫാരിയറാണ്. അപ്പോൾ എന്താ പറയുക, ആർക്കെങ്കിലും ഫാരിയർ ആവാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക? സർട്ടിഫൈഡ് ആയിട്ട് ചെയ്യുക എങ്ങനെയാണ് സാർ? ഒരു ഫാരിയർ ആവാൻ എന്താണ് നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഇതിനോടൊരു ഇൻട്രസ്റ്റ് വേണം, കോഴ്സിനോട് ഫസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് വേണം, താല്പര്യം വേണം, കുറച്ച് എക്സ്പീരിയൻസ് വേണം. പിന്നെ FF സൈറ്റിൽ കയറിയിട്ട് FF എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോളേജിന്റെ ഓക്കെ, ഇത് പഠിപ്പിക്കുന്ന കോളേജിന്റെ സൈറ്റാണ്. കോളേജിന്റെ പേരാണ് ഫ്ലൈയിങ് ആനുവൽ ഫൗണ്ടേഷൻ. ഓക്കെ, സ്വിറ്റ്സർലാൻഡിൽ അവരെ സൈറ്റിൽ കയറിയിട്ട് നമ്മളെന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ? ഓഫ്ലൈൻ ക്ലാസ് ആണ്. എവിടെയാണ് സ്ഥലം? രാജസ്ഥാനിൽ ഡുംലോഡ്. രാജസ്ഥാനിൽ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്ത് പഠിക്കണം. അപ്പോൾ 2 സെമിസ്റ്റർ ആയിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് 1 ഫെബ്രുവരി, പിന്നെ ഇപ്പോൾ ഈ മാസം സെപ്റ്റംബർ. ഓക്കെ, അപ്പോൾ അവിടെ പോയി നമ്മൾ പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ അല്ലേ? അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സുകളില്ല? ഓൺലൈനില്ല, ഓഫ്ലൈൻ. കാരണം ഇത് കംപ്ലീറ്റ് ഫാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഓൺലൈൻ. അതായത് ട്രിമ്മിങ്ങും ഷൂയിങ്ങും മാത്രമല്ല, അല്ലാതെ ഇവിടുന്ന് കൊണ്ടുള്ള എല്ലാ ടെൻഡൻസ്, ലിഗമെന്റ്സ്, ബോൺസ്, ബാലൻസ്, ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഒരുവിധം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരുവിധം ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹൂഫിന് മെയിനായിട്ട് വരുന്ന അസുഖമാണ് ലാമിനിറ്റീസ്. അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാം, അങ്ങനെയുള്ള. പൊതുവെ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഈ കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സഹലിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാരണം. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സഹലിനെ കോൺടാക്ട് ചെയ്താൽ മതി. സഹലിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യുക, അതുപോലെ തന്നെ അവൻ്റെ കോൺടാക്റ്റ് ഞാൻ അടിയിൽ കൊടുക്കുക. ഓക്കെ.